നമ്മൾ ഒത്തിരി നടന്നു കഴിഞ്ഞു, പക്ഷേ നമ്മൾ തളർന്നിട്ടില്ല. ഇനിയും കാഴ്ചകൾ കാണണം, സ്കൾപ്ചർ ഗാർഡൻ കാണണം. ആദ്യത്തെ 2 ഭാഗങ്ങൾ കാണാത്തവർ ആ 2 വീഡിയോസും കണ്ടിട്ട് വേണം ഇത് കാണാൻ, എങ്കിലേ അതിനൊരു പൂർണ്ണതയുണ്ടാകൂ. ഫസ്റ്റ് സ്കൾപ്ചേഴ്സ് നോക്കൂ. ഘടാകാശം എന്ന കൺസെപ്റ്റാണ് വേദങ്ങളിലും മറ്റും പറഞ്ഞിട്ടുള്ളത്. ഒരു കുടത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ തന്നെയാണ് നിങ്ങൾ 1000 കുടങ്ങൾ നിരത്തി വെച്ചാലും കിട്ടുക. മതങ്ങൾ വ്യത്യസ്തമാണ്, ദൈവം വ്യത്യസ്തമാണ് എന്ന് പറയുന്നവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ഒരാശയമാണത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സർവ്വതും ഒന്നേ ഉള്ളൂ എന്ന ആശയം. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി താഴേക്ക് നടക്കുകയാണ്. അവിടെയും ഉണ്ട് ധാരാളം ശില്പങ്ങൾ, കല്ല് വിരിച്ച പാതയിലൂടെ. ഇവിടെ കണ്ടോ നിൽക്കുന്ന ഒരു ശില്പം. അറിയുന്തോറും അറിവിൻ്റെ പടവുകളുടെ എണ്ണം കൂടി വരുന്നതായി തോന്നി. നമ്മോട് സംവദിക്കുന്ന ശില്പങ്ങളെ ഒന്നൊന്നായി നമുക്ക് കാണാൻ കഴിയുന്നു. മുകളിലേക്ക് കയറി ചെന്ന് വലതുവശത്ത് ആദ്യമായി കണ്ട ശില്പം, പ്രപഞ്ചത്തിൻ്റെ മുകളിൽ പറന്ന് നടക്കുന്ന ആത്മതത്വം, അത് നമ്മിലേക്ക് എത്തുന്ന തത്വമസി പൊരുൾ. ആശയങ്ങൾ വളരെ വലുതായിരുന്നു. അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് അലിഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ മനസ്സിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന പ്രേക്ഷകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ശില്പങ്ങളാണെല്ലാം. ഇനി കാണുന്ന ശില്പത്തിൻ്റെ കഥ നിങ്ങൾ കമൻസായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് പറയണം. വെറും കവിപ്പാട്ടിലെ ജീവനില്ലാത്ത പ്രേതങ്ങൾ അല്ല ഇവിടുത്തെ ശില്പങ്ങൾ. നോക്കൂ, വിക്രമാദിത്യൻ്റെ ശില്പം വേതാളത്തെ ചുമലിൽ ചുവന്നിരിക്കുന്ന കണ്ടോ? ഇതാണ് ആ ടൈറ്റിലിൽ ഉദ്ദേശിച്ചത്. തോളത്ത് ഇട്ടിരിക്കുന്നത് ഒരു പ്രേതത്തെയാണ്. നടക്കുന്നത് വിക്രമാദിത്യൻ എന്ന മഹാരാജാവും. അറിവിൻ്റെ സോപാനങ്ങൾ കീഴടക്കിയാൽ മാത്രമേ അജ്ഞതയെ വലിച്ചെറിയാനാകൂ എന്ന സങ്കല്പം. നോക്കൂ ഈ ശില്പം. ഈ ശില്പം നിങ്ങളോട് സംവദിച്ചത് എന്താണ് പറയാമോ? ഇവിടെ മറ്റൊരു ശില്പം. ഒരു ക്ലൂ തരാം. ഒരു നദിയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഒരാൾ. ഈ നദി ഏതെന്നറിയാമോ? ഈ നദി ഗംഗയാണ്. മുകളിൽ നോക്കൂ, ഇത് ആരുടേതാണ് ശില്പം? ശിവൻ്റെത് അല്ലേ? ശിവഗംഗയാണ് കണ്ടത്. ഇനിയും നമുക്ക് പടവുകൾ കയറി മുന്നോട്ട് പോകാം. അറിവിൻ്റെ പടവുകൾ എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നു. അവിടെ കണ്ട ശില്പങ്ങളെ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സൂചകങ്ങളുണ്ട്. പൂർണ്ണമായ ആശയങ്ങൾ അതിൽ എഴുതി വച്ചിട്ടില്ല. സൂചകങ്ങളിൽ നിന്ന് നാം ചിന്തിക്കണം. അങ്ങനെയാണ് നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കേണ്ടത്. ഇവിടെ കണ്ടോ ഒരു ശില്പം, മറ്റാരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ശില്പമാണത്. മറ്റൊരു ശില്പമുണ്ട് ഇവിടെ. എല്ലാം ആശയസമ്പന്നമാണ് സൃഷ്ടികൾ. ചില ശില്പങ്ങൾക്ക് മുന്നിൽ ഞാൻ മൗനം പാലിക്കും. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരിടമാണ്. ഓർക്കുക, ഓരോ പടവുകൾ കയറും തോറും അറിവിൻ്റെ ഓരോ ആശയങ്ങളെയാണ് നാം കണ്ടുമുട്ടുക, പരിചയപ്പെടുക. ഓരോ ശില്പങ്ങളും ഓർമ്മപ്പെടുത്തലുകളായി എനിക്ക് തോന്നി. എന്നോ മറന്നുപോയ ആശയങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. ഇത് കണ്ടോ, ഏകലവ്യൻ. ഈ ഏകലവ്യൻ അമ്പെയ്യുന്നത് എന്തിനെയാണ് എന്ന് പിന്നീട് ഞാൻ കണ്ടു. അതിൻ്റെ വെല്ല് ഡാമേജ് ആയിരിക്കുകയാണ്. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരു ശില്പം. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ കല്ലട ഡാം കാണാം. പ്രകൃതിയുമായി ലയിച്ചു ചേർന്നിരിക്കുന്ന കവിത, ഇതാണ് ആ ശില്പം. അമ്പ് വന്നു കൊണ്ടിരിക്കുന്നത് ഈ മൃഗത്തിനാണ്. കണ്ടോ, എത്ര രസമാണ് ഇതൊക്കെ കാണാൻ. ഇനി കുറച്ചുകൂടി ജോമെട്രിക്കൽ രീതിയിൽ സൃഷ്ടിച്ച ഒരു ശില്പത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറേയധികം ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇവയൊക്കെയും മോഹിനിയാട്ടത്തിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ്.
ഓരോ ശില്പത്തിനും തിരഞ്ഞെടുത്തിരിക്കുന്ന ആ പ്രകൃതി, ആ പശ്ചാത്തലം വളരെ ഭംഗിയുള്ളതായി തോന്നി. കുറേ നമ്മൾ നടന്നു, മലയുടെ ഏകദേശം മുകളിലെത്തി. ഇവിടെ ഒരു വലിയ സത്യം അനാവരണം ചെയ്തിരിക്കുകയാണ്. പ്രപഞ്ച സത്യം. അതായത് നാം എല്ലാം നിൽക്കുന്നത് ഒരു കണ്ണാടിയുടെ മുൻപിലാണ്. ആ കണ്ണാടിയുടെ പിൻപിൽ എന്താണ് നടക്കുന്നതെന്ന് നാം അറിയുന്നില്ല. കണ്ണാടിയുടെ മുമ്പിൽ നാം എന്തൊക്കെയോ നാടകങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന് അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന മഹത്തായ ഒരു ശക്തി ഉണ്ട് എന്ന ഒരു കാഴ്ചപ്പാട്. ടൈറ്റിൽ സൂചിപ്പിച്ച പോലെ കവിപ്പാട്ടിലെ പ്രേതങ്ങൾ ആയി മാത്രം കാഴ്ചകളെ കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. ജീവിതം പോലും നമുക്ക് മനസ്സിലാകാത്ത ഒന്നായി പോകും. അതുകൊണ്ടാണ് ആശയങ്ങളെ പ്രകൃതിയുമായി ചേർത്ത് ആവിഷ്കരിക്കുന്ന ബിംബങ്ങളിൽ നാം കാണേണ്ടത് വലിയ സത്യത്തെയാണ്. സത്യത്തെ നാം തിരഞ്ഞാൽ മാത്രമേ കിട്ടുകയുമുള്ളൂ. ഇവിടുന്ന് നമ്മൾ നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ സത്യത്തെ തിരഞ്ഞവരുടെ മാതൃകയായി ധ്യാനിച്ചിരിക്കുന്ന ഒരാളെ ഇവിടെ ശില്പമായി ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം. ഒരു ധ്യാനശില്പം ഗുഹയ്ക്കുള്ളിൽ ഏകാന്തനായിരുന്ന് ധ്യാനിക്കുന്ന ഒരു മുനിയുടെ ശില്പമാണിത്. കണ്ടോ, എന്ത് രസമല്ലേ? അവിടെ മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു കൈയുണ്ട്. അതെന്തായിരിക്കും ആശയം? നിങ്ങൾക്കറിയോ? അറിവ് പകർന്നു കൊടുക്കുന്നവൻ അറിവ് ആവശ്യപ്പെടുന്നത് ദാഹിക്കുന്ന രൂപത്തിലാണ്. അറിയാനുള്ള ആഗ്രഹം ദാഹിക്കുന്ന പോലെ ഒരു വെമ്പലാണ്. ഇത് പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കിയ ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ, അതീന്ദ്രിയാവസ്ഥ എന്നുള്ളത്. ശില്പങ്ങൾ കഥ പറയുകയും ജീവിതം പൂർണ്ണമാവുകയും ചെയ്യുന്ന ഓരോ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ പ്രകൃതി അറിഞ്ഞുകൊണ്ട് നമുക്ക് താഴേക്ക് നടക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തെന്മല എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട 2 വീഡിയോസ് ആൾറെഡി സാഫ്രോൺ ന്യൂസ് മീഡിയ എന്ന ചാനലിലുണ്ട്. ദയവായി ആ വീഡിയോസ് കാണണം. കാരണം 3 വീഡിയോസും ഒരേ കാര്യങ്ങളുടെ വ്യത്യസ്തമായ തലങ്ങളെ നമ്മെ പരിചയപ്പെടുത്തുന്നതാണ്. ഒന്ന് മിസ്സായി അടുത്തത് കണ്ടു കഴിഞ്ഞാൽ അതിന് പൂർണ്ണത ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വീഡിയോസും കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇനി നാം താഴേക്കിറങ്ങുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ശില്പം ചെറിയൊരു മന്ദസ്മിതത്തോടെ ധ്യാനിച്ചിരിക്കുന്ന ബുദ്ധൻ്റേതാണ്. ആ ശില്പത്തെയും കണ്ട് നമ്മൾ പിന്നെയും താഴോട്ട് നടന്നു. അങ്ങ് ദൂരെ കുറേ അധികം ആൾക്കാർ കാത്തു നിൽപ്പുണ്ട്. മുകളിലേക്ക് പോയത് ഞാൻ മാത്രമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ താഴെ ഇനി സഞ്ചരിക്കാൻ നിൽക്കുന്നവർ ധാരാളമുണ്ട്. സത്യത്തിൽ അതൊരു വലിയ ആശയമാണ്. അറിഞ്ഞവർ വിരളവും അറിയാനുള്ളവർ ധാരാളവുമാണ്. അതല്ലേ സങ്കല്പത്തിലെ ഏറ്റവും വലിയ മിത്ത്? ബുദ്ധൻ അറിഞ്ഞവനാണ്, പക്ഷേ ബുദ്ധനെ അറിയാത്തവർ ധാരാളമുണ്ട്. അവർ എന്നോട് ചോദിച്ചു, ഈ കയറ്റം ഒത്തിരിയുണ്ടോ, ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ അവരോട് പറഞ്ഞു, കയറാൻ പറ്റുന്നിടത്തോളം നാം കയറണം. അതാണ് അറിവിൻ്റെ ഓരോ കയറ്റങ്ങളും. ഇവിടെ നോക്കൂ, ഒരു പണ്ഡിത സദസ്സ് പോലെ ചർച്ചയ്ക്കിരിക്കുന്ന ശില്പങ്ങൾ. സത്യത്തെ അനശ്വരമാക്കുന്ന, പ്രകൃതിയെ ശ്രേഷ്ഠമായി അവതരിപ്പിച്ചിട്ടുള്ള കലാരൂപങ്ങളുടെ ഇടയിലൂടെ, കലയുടെ സാന്നിധ്യത്തിലൂടെ ജീവിതത്തെ അറിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം എൻ്റെ മനസ്സിനെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ചാനലിലൂടെ നിങ്ങളെയും കൈപിടിച്ച് ഞാൻ നടന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ കണ്ട കാഴ്ചകളെ നിങ്ങൾ പരിപൂർണമായി കണ്ടുവെന്ന്, ഞാൻ പറഞ്ഞ ആശയങ്ങളെ പരിപൂർണമായി നിങ്ങൾ മനസ്സിലാക്കിയെന്ന്. പിന്നെ നമ്മൾ നടന്ന് എത്തുന്നത് കല്ലട ഡാമിൻ്റെ പാർശ്വത്തിലേക്കാണ്. ഒരേ കാര്യത്തെ തന്നെ വ്യത്യസ്തമായി കാണുന്ന
മനുഷ്യൻ്റെ പ്രകൃതത്തെ ചിത്രീകരിക്കുന്ന ശില്പമാണ് ഇവിടെ ഉള്ളത്. ഞാൻ തന്നെയാണ് അത് എന്ന് പറയുന്ന ശില്പം. നമ്മൾ ശില്പങ്ങളെ കണ്ട്, ചിത്രങ്ങളെ കണ്ടു, ജീവിതത്തെ കണ്ടു, പ്രകൃതിയെ അറിഞ്ഞു താഴേക്കെത്തുമ്പോൾ ഇവിടെ ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ ശില്പം ഒരുക്കിക്കൊണ്ട് നമ്മെ സ്വീകരിക്കാനിരിക്കുന്നത് തെന്മല ഡാമിൻ്റെ ദൃശ്യമാണ്. ഈ പാലത്തിലൂടെ നടന്ന് നമുക്ക് എത്താവുന്ന ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റാണ് ഇത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തെന്മല ഡാമിൻ്റെ മനോഹരമായ ഒരു വ്യൂ നമുക്ക് ലഭിക്കും. ഇവിടെയും പാർക്ക് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നടന്ന് വന്ന ക്ഷീണം മാറ്റാനുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടെ കുറച്ചു നേരം നമുക്ക് ഇരുന്ന് വിശ്രമിക്കാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് 13 കണ്ണറ പാലം പോയി കാണണമെന്ന്. കേരള തമിഴ്നാട് ബോർഡറിൽ ചെങ്കോട്ടയ്ക്കടുത്ത് നമുക്ക് 13 കണ്ണറ പാലം കൂടി കണ്ടിട്ട് തിരികെ വരാം. ഇവിടെ നിന്ന് പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ വേറെയുമുണ്ട്. അച്ഛൻ കോവിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ആര്യങ്കാവ് മറ്റൊന്നാണ്. പക്ഷേ ഇന്ന് സമയം വൈകിയിരിക്കുന്നു. നമ്മുടെ യാത്ര ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തെന്മല എക്കോ ടൂറിസം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നാം നടത്തിയ യാത്ര 3 വീഡിയോകളിലാണ് നാം പറഞ്ഞിട്ടുള്ളത്. ദയവായി ഓരോ വീഡിയോയും കാണണം എന്നാണ് എൻ്റെ അപേക്ഷ. ഓരോ വീഡിയോയിലൂടെയും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ മനസ്സിൽ തോന്നിയ കാഴ്ചകളുടെ ബിംബങ്ങളെ ദയവായി നിങ്ങൾ കൂടി അറിയണം. സാഫ്രോൺ ന്യൂസ് മീഡിയ എന്നത് വെറും ഒരു ചാനലല്ല, അത് ആത്മാവിൻ്റെ ഒരു പ്രയാണമാണ്, ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ്. ഒറ്റയ്ക്കുള്ള യാത്രകൾ വിരസമല്ലേ? അതുകൊണ്ട് കൈകോർത്ത് കൂടെ നടക്കാൻ നിങ്ങളും വേണം. ഇത് കണ്ടോ, ദൂരെ നിന്ന് കാണാൻ പറ്റുന്നില്ലേ? 13 കണ്ണറ പാലം. ചെങ്കോട്ട റൂട്ടിൽ നിങ്ങളും ഇത് കണ്ടിട്ടുണ്ടാകും, തെന്മല കഴിഞ്ഞ് ഇല്ലേ? അതിൻ്റെ ചില മിനുക്ക് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കാർ പാർക്ക് ചെയ്ത് ഇറങ്ങാം എന്ന് കരുതിയതാണ്. പക്ഷേ അതിനുള്ള സൗകര്യം അവിടെ കണ്ടില്ല. മാത്രമല്ല, മഴ പെയ്തു തുടങ്ങി. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്ര നേരം എൻ്റെ കൈകോർത്ത് നടന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും 1000 നന്ദി. സ്നേഹപൂർവ്വം സാഫ്രോൺ.